ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ ഒരു കുട്ടിക്കാലം, വിദ്യാലയങ്ങളിൽ പോയ കാലം, അതിനെ ഓർമ്മിക്കാൻ എന്താ പറയുക, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ, അങ്ങനെയുള്ള ചിന്തകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ ഇന്ന് പല പ്രാരബ്ധങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ പറയുന്ന ഒരു തരത്തിലുള്ള ചിന്തകളും നമുക്കന്ന് ബാധിച്ചിരുന്നില്ല. അന്ന് നമ്മൾ സ്കൂളിലേക്ക് പോവുക, പഠിക്കുക, കുട്ടികളുമായി കളിക്കുക, അങ്ങനെ വേറെയൊരു ലോകം, നിഷ്കളങ്കമായൊരു ലോകം, അതായിരുന്നു നമ്മുടെ കുട്ടിക്കാലം. അപ്പോൾ എല്ലാവരും ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ പ്രായമായ നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്കാലം കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ കുറേ കുട്ടികളിപ്പോൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ കുട്ടികൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്താൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനുമുള്ള ഒരവസരം. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്, നമ്മൾ ആ കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ബാഗെടുത്ത് സ്കൂളിലേക്ക് പോകുന്ന കാലം. അങ്ങനെ ഓടി ധൃതി പിടിച്ച് നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നു. അവിടെ നമ്മുടെ അധ്യാപകന്മാർ നമ്മളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തുന്നു. ചില സമയത്ത് അസംബ്ലി ഉണ്ടാവുന്നു. എല്ലാവരും അവിടെ നിന്ന് നമ്മൾ അച്ചടക്കം എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഒരു ക്ലാസ്സിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടും അവരവരുടെ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ഒരു അച്ചടക്കം നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. അതുപോലെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം, ഒരു പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലത്താണ്. അതും ഏറ്റവും ചെറിയ കാലം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടാകുമ്പോഴുള്ള കാലം. അവിടെ നമ്മൾ അസംബ്ലിയിൽ പോയി നിൽക്കുമ്പോൾ വരിയായിട്ട് പോയി നിൽക്കുക, ബഹളം വെക്കാതിരിക്കുക, ഇങ്ങനെ പലതും. അതുപോലെ നമ്മൾ സംഗീതം, കാരണം രാവിലെ തന്നെ ഈശ്വര പ്രാർത്ഥന, വൈകുന്നേരം നമ്മൾ ദേശീയ ഗാനം, ഇങ്ങനെയുള്ള എല്ലാം ഒത്തുചേർന്ന ഒരു കാലമായിരുന്നു ആ വിദ്യാഭ്യാസ കാലം. വെറും പുസ്തകത്തിലുള്ളത് പഠിക്കൽ മാത്രമല്ല, പലതും നമ്മൾ ഉൾക്കൊണ്ടിരുന്നു നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ സ്കൂളിൽ എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം നമ്മൾ വലിയൊരു ബെല്ലടി കേൾക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ക്ലാസ്സിൽ കയറുന്നു. പിന്നെ വീണ്ടും ബെല്ലടിച്ച് അവിടെ ഈശ്വര പ്രാർത്ഥന. കാരണം ഒരു ദിവസം ആരംഭിക്കുന്നത് നമ്മളെ ഇത്തരത്തിൽ ഉയർത്തുന്ന ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഈശ്വരീയമായ ചിന്തകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അന്ന് നമ്മളൊക്കെ സ്കൂളിലുണ്ടാകുമ്പോൾ പഠിച്ച കേട്ട ഒരു ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള ഗാനം, ഒരു പ്രാർത്ഥനാ ഗാനമാണ് ഇന്നിവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായി പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരനെക്കുറിച്ച്, അത് ജാതി മത ഭേദമന്യേ പരമമായ ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ശക്തി നൽകുന്ന ഈശ്വരനെക്കുറിച്ച് വാഴ്ത്തിയിരുന്ന ഗാനം. ആ ഈശ്വരൻ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. മനസ്സിലെപ്പോഴും കുടിയിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള മനോഹാരിതയും ആ ഭംഗിയും നൽകിയിരുന്നു. അതുകൂടാതെ നമ്മുടെ ചിന്തയെയും പിന്നെ നമ്മുടെ നാവിൻ്റെ ഐശ്വര്യത്തെയും നമ്മുടെ ഭാഷയായി വന്നതും, അങ്ങനെ എല്ലാത്തിനെയും, നമ്മുടെ എല്ലാ ചേഷ്ടകളെയും പ്രവൃത്തികളെയും, നമ്മുടെ ഈ പ്രപഞ്ചത്തിനെയും ഐശ്വര്യവത്താക്കി മാറ്റിയ, ഇതിന് പ്രകാശം നൽകിയ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാഗാനം.
ആ ഒരു പ്രാർത്ഥനാഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും, കാരണം വീട്ടിൽ നിന്നും തിരക്ക് പിടിച്ചു വന്നു, ഇവിടെ ഒരു 5 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് ആ ഈശ്വരന് വേണ്ടി പ്രാർത്ഥിച്ച്, പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഈശ്വരന്മാരെ പോലെ നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടുന്നത് സ്നേഹത്തോടു കൂടി പറഞ്ഞു തന്ന നമ്മുടെ അധ്യാപകന്മാർ, അപ്പോൾ അവരൊക്കെ ഒന്ന് ഓർക്കാനും നമ്മുടെ ആ ഒരു പഴയ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ വേണ്ടി ഈ ഒരു ഈശ്വര പ്രാർത്ഥനാ ഗാനം നമുക്കിവിടെ ഒന്ന് കേട്ട് നോക്കാം, ആസ്വദിക്കാം. അപ്പോൾ എല്ലാവരും കേൾക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവർക്കും ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് ഇങ്ങനെയെങ്കിലും എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര പ്രാർത്ഥന. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. എന്നുമെന്നിൽ ദയ ചൊരിയണമേ.